ഹായ്ഡാ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന 10th പ്രിലിംസിൻ്റെ ആൻസർ കീയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ സി കോഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 3 ഘട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ടഫായിട്ടുള്ളൊരു ഘട്ടമാണിത്. ക്വസ്റ്റ്യൻസ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. തേർഡ് സ്റ്റേജ് നോക്കുകയാണെങ്കിൽ അല്ലേ, കുറച്ചും കൂടെ വളരെ എളുപ്പമായിട്ടുള്ളൊരു സ്റ്റേജാണ് തേർഡ് സ്റ്റേജ്. നമുക്ക് എങ്ങനെയാണ് ഈ മാർക്ക് ഏകീകരണമൊക്കെ നടക്കുക എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ വ്യോമാതിർത്തി, ജലാതിർത്തി ഉണ്ട്. ഓപ്ഷൻ ബി മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകളൊക്കെ ഉണ്ട്. ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, വ്യോമാതിർത്തി, ജലാതിർത്തി അല്ലേ, അത് ശരിയായിട്ടുള്ള ഫാക്റ്റാണ്. ഇനി മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ എംബസികളും ഹൈക്കമ്മീഷനുകളും, അതും എന്താണടാ, അത് നമ്മുടെ അതിർത്തിയിൽ പെടുന്ന, സാമ്പത്തിക അതിർത്തിയിൽ പെടുന്നതാണ്. അപ്പം നിങ്ങൾ നോക്കൂ, അതിൻ്റെ തൊട്ട് താഴെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിൻ്റെ എംബസികൾ, അത് ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നതല്ലേ. അപ്പോൾ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെ ചോദ്യം കുറച്ച് എളുപ്പമുള്ളതാണ്. ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഏതാണ്? 2D കോഴിക്കോടാണ്. ക്വസ്റ്റ്യൻ 3: തിരികെ സ്കൂളിലേക്ക്. ഇത് ചിലപ്പോൾ നമുക്ക് കുറേ പേർക്ക് അറിയുന്നതാണ്. എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് കുടുംബശ്രീ അംഗങ്ങളൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക്, ഇതിൽ പങ്കെടുത്ത ആളുകളൊക്കെ ഉണ്ടാവും. ഏതാണടാ? ഓപ്ഷൻ എ ആണ്. സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ്. ഇനി ക്വസ്റ്റ്യൻ 4 നോക്കൂ. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ടത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഉചിതമായ അല്ലെങ്കിൽ ശരിയായ ആശയങ്ങൾ തിരിച്ചറിയുക എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ബി ആണ്. ആൻസർ വരുന്നത് ബി ആണ്. ശരിയായത് ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല എന്നാണ് തന്നിട്ടുള്ളത്. അത് തെറ്റാണ്. അവർക്ക് കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കും എന്നതാണ് ഫാക്ട്. 2, താൽക്കാലികവും സമയബന്ധിതമായ പ്രോജക്റ്റുകളൊക്കെ, അതായത് ടെമ്പററി ആയിരിക്കും, അവർ നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ട തൊഴിലുകൾ തന്നെയാണ്. അതുകൊണ്ട് ഒരേ സമയം തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു. ക്വസ്റ്റ്യൻ 5: രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരെന്താണ്? ഡി ഗണതന്ത്ര മണ്ഡപം എന്നാണ്. ദർബാർ ഹാളിൻ്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം. ക്വസ്റ്റ്യൻ 6 ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് കേരള വിനോദസഞ്ചാര ദിനം തന്നിട്ടുണ്ട്. വിനോദസഞ്ചാരത്തിൻ്റെ തീം എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഓപ്ഷൻ മേ ബി പ്രൊവിഷനിൽ വരാൻ സാധ്യത ഓപ്ഷൻ എ ആണ് വരാൻ സാധ്യതയുള്ളത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ഏതാണെടാ? ലിസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. അതായത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, പിന്നെ കൺകറന്റ് ലിസ്റ്റ്, ഇങ്ങനെയുള്ള ലിസ്റ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ കാണാം, കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 8ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. അതിൽ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറൻസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ്. ശരിയാണ്. അല്ലാതെ അത് സ്പോർട്ടിംഗ് മൂവ്മെന്റ് അവാർഡാണ് ലഭിച്ചിട്ടുള്ളത്. 2ാമത്തെ ഫാക്ട്: ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തിയാണ്. അത് 2010 ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. അതും ശരിയായിട്ടുള്ള ഫാക്റ്റാണ്. 3ാമത്തേത്: രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയം കായിക താരമാണ്. 2012-2018 കാലയളവിലായിരുന്നു. 4ാമത്തെ ഓപ്ഷൻ: തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരമാണ്. അതും ശരിയാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നാണ് ഉത്തരം.
9ാമത്തെ ചോദ്യം, കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ആളുകളുടെ പേരുകളുമാണ് കൊടുത്തിട്ടുള്ളത്. ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ തന്നതിൽ ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. എങ്ങനെയാണ്? കേരള നടനം ആരാണ്? ഗുരു ഗോപിനാഥ് ആണ്. യക്ഷഗാനം പാർത്തി സുബ്ബയാണ്. ചവിട്ടുനാടകം ചിന്ന തമ്പിപ്പിള്ളയാണ്. കൂടിയാട്ടമാണെങ്കിൽ ഗുരു മണിമാധവ ചാക്യാരാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. എന്താണടാ ലിഗ്നോസാറ്റ് എന്ന് പറയുന്നത്? ലോകത്തിലെ, ഓപ്ഷൻ ബി ആണ് ആൻസർ, ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. ഇത് ജപ്പാന്റെ ഉപഗ്രഹമാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്തിട്ടുള്ള സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ അല്ലെ? ഏതാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്നത്? ഏതൊക്കെയാണ്? ഏതാണടാ? ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, പടിഞ്ഞാറാണെങ്കിൽ മുംബൈ ആണ്. ഇതാണ്. അപ്പൊ ഏതാണ്? 11ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്തയാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? ഓപ്ഷൻ എ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. ഏതൊക്കെയാണ്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ, അതായത് ഉൾപ്പെടാത്തതാണ് ചോദിക്കുന്നത്. ഉൾപ്പെടാത്തത് 13 എ വരുന്നത് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. അത് അദ്ദേഹത്തിന്റെ ശുപാർശ തന്നെയാണ്. 2ാമത്തെ ശുപാർശ സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. അതും അദ്ദേഹത്തിന്റെ ശുപാർശ തന്നെയാണ്. ഓപ്ഷൻ സി ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. അത് തെറ്റാണ്. അത് കോത്താരി കമ്മീഷന്റെ ശുപാർശയല്ല, അത് ലക്ഷ്മണ മുതലിയാർ കമ്മീഷന്റെ ശുപാർശയാണ്. മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നുള്ളതും കോത്താരി കമ്മീഷന്റെ ശുപാർശയാണ്. അപ്പം തന്നിരിക്കുന്നവയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്നാണ്. അത് മുതലിയാർ കമ്മീഷന്റെ ശുപാർശയാണെന്ന് മനസ്സിലാക്കുക. 14ാമത്തെ ചോദ്യം ഇതാണ്, കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് പരീക്ഷിച്ചത്? ഓപ്ഷൻ ബി പറവൂർ ആണ്. നമ്മൾ വടക്കൻ പറവൂർ, നോർത്ത് പറവൂർ എന്നൊക്കെ പറയുന്ന എറണാകുളം ജില്ലയിലെ പറവൂരിലാണ്. 15ാമത്തെ ചോദ്യം, തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നവയിൽ ഏതാണ്? 15 ഡി ആണ്, ലിഗ്നൈറ്റ് ആണ്. ഇതൊക്കെ നമുക്ക് മുന്നേ ഒരുപാട് PSCയുടെ ചോദ്യ പേപ്പറുകളിൽ PYQലൊക്കെ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഇതൊക്കെ കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ള ഭാഗമാണ്. 16ാമത്തെ ചോദ്യം, സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ തന്നിരിക്കുന്നത്. അതിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞത്. ആത്മവിദ്യാസംഘം ആരുടേതാണ്? അത് വാഗ്ബടാനന്ദന്റേതാണ്. യോഗക്ഷേമ സഭ VT ഭട്ടത്തിരിപ്പാടിൻ്റെതാണ്. സമത്വ സമാജം ഏതാണ്? അത് കുമാര ഗുരുദേവൻ്റെതല്ല, വൈകുണ്ഠസ്വാമികളുടേതാണെന്ന് മനസ്സിലാക്കുക. അരയ സമാജം പണ്ഡിറ്റ് കറുപ്പൻ്റെതാണ്. അപ്പൊ തന്നിരിക്കുന്നവയിൽ തെറ്റായിട്ടുള്ള ഏതാണ്? ഓപ്ഷൻ സി ആണ്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികളുടേതാണെന്ന് പഠിച്ചു വയ്ക്കുക. 17ാമത്തെ ചോദ്യം, സിന്ധു നദിയുടെ പോഷക നദികളിൽ ശരിയായത് ഏതാണ്? ഇതൊക്കെ നമുക്ക് ഒരുപാട് പേർക്ക് അറിയുന്ന ചോദ്യം തന്നെയാണ്. ഓപ്ഷൻ എ ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് ആണ്. ഏതാണ് സിന്ധുവിന്റെ പോഷക നദികൾ? ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇന്ത്യയിലെ കാർഷിക 18ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിള ഇറക്കൽ കാലമാണ് ചോദിച്ചിട്ടുള്ളത്. അതേതാണ്? ശൈത്യകാലാരംഭമായിട്ടുള്ള നവംബർ മധ്യത്തിലാണ്. ഏതാണ്? നവംബർ മധ്യത്തിലാണ്. ഓപ്ഷൻ സി ആണ്. 19ാമത്തെ ചോദ്യം ഒരുപാട് തവണ നമ്മൾ കണ്ട ചോദ്യമാണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? അതേതാണ്? അത് മുംബൈ ആണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം മുംബൈ ആണ്. 20 ഇതും എളുപ്പമുള്ള ചോദ്യമാണ്. 1959 ജർമ്മനിയുടെ അപ്പൊ ജർമ്മനി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏത് ഓർമ്മ വരണം? റൂർക്കേല അല്ലെ?
റൂർ. അപ്പോൾ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിതമായിട്ടുള്ളതാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ. ഇനി 21 SCERT-യിലൊക്കെ ഉള്ള ഫാക്റ്റാണ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ അബനീന്ദ്രനാഥ ടാഗോർ ആണ്, അല്ലെ? അബനീന്ദ്രനാഥ ടാഗോർ ആണ്. ഇനി 22 ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 50-ൽ നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം. ഇതും നമുക്ക് അറിയുന്ന ഫാക്ട് തന്നെയാണ്. ഓപ്ഷൻ എ നീതി ആയോഗ്. അടുത്ത ചോദ്യം 23. ഇതും നമ്മൾ ഒരുപാട് PYQകൾ കണ്ടതാണ്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ, അതായത് നമ്മൾ തൊട്ട് മുകളിൽ കുറച്ച് ടഫായിട്ടുള്ള ഭാഗം കണ്ടിട്ട് പിന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് കുറച്ചൊരു സമാധാനം കിട്ടിയിട്ടുണ്ടാവും. 23 പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് 23 ദാദാബായ് നവറോജിയുടെ പുസ്തകമാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണടാ? 24 രാജാറാം മോഹൻ റോയ് ആണ്. 25-ാമത്തെ ക്വസ്റ്റ്യൻ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ നിയമിച്ച പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാണ് ചോദിച്ചത്. അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ഡി ഫസൽ അലി ആണ്. ആരാണ്? ഓപ്ഷൻ ഡി ഫസൽ അലി ആണ്. 26 ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂറിൽ സർക്കാർ തിരുവിതാംകൂറിൽ എപ്പോഴാണടാ? 26 ഓപ്ഷൻ ക്ഷേത്രപ്രവേശന വിളംബരം 1936 അല്ലെ? 1936. 27 ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായിട്ട് 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആൾ ആരാണെന്ന് പിടികിട്ടും. 27 ഡി ആനി ബെസന്റ് ആണ്. 28-ാമത്തെ ക്വസ്റ്റ്യൻ, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവമാണ്. 1922 ചൗരി ചൗര സംഭവമാണ്. ഒക്കെ നമുക്ക് ഒരുപാട് തവണ PSC മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തത്. 29 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരിയാണ്. 29 ഡി ബഹദൂർ ഷാ രണ്ടാമൻ. ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. 30 ലോകമാന്യ എന്ന ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. 30 എ ബാലഗംഗാധര തിലകൻ. ലോകമാന്യ ആരാണ്? ബാലഗംഗാധര തിലകനാണ്. 31 രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭാ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ആണ്. 31-ാമത്തേതിന്റെ ഉത്തരം ബി ആർട്ടിക്കിൾ 97 ആണ്. അധികം ചോദിച്ചു കാണാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിൽ തെറ്റായ പ്രസ്താവനയെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. 32-ാമത്തെ ക്വസ്റ്റ്യൻ തെറ്റായ പ്രസ്താവനയാണ്. ഇതിൽ തെറ്റായത് എ ആണ്. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെ കുറിച്ച് സംസ്ഥാന നിയമസഭയിൽ ചർച്ചയാകാം എന്നുള്ളതാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന. 33-ാമത്തെ ക്വസ്റ്റ്യൻ വിവരാവകാശ കമ്മീഷന്റെ ഘടനയെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ 33 എ ആണ്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സെക്രട്ടറി, വിവരാവകാശ കമ്മീഷൻ, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. 34-ാമത്തേത് നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആണ് വി ഹരി നായർ. 34 സി ആണ് വി ഹരി നായർ. 35-ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് അത് ഏതാണ്? ഏത് റോഡാണത്? 35 ബി NH 66 ആണ്. മുംബൈ ഗോവയാണ് ഉത്തരം. 36 സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ഡി 39 ബി ആണ്. നമ്മളിതൊരു ക്വസ്റ്റ്യൻ കണ്ടപ്പോഴാണ് റെഫർ ചെയ്യുന്നത്. ഇങ്ങനെ അതായത് ഇത്രയും ഉള്ളിലേക്കായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എന്ത് ചെയ്തിട്ടില്ല. മുന്നേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പ്രിലിമിനറി ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളിങ്ങനെ കണ്ടിട്ടില്ല. ഈ ഭാഗങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഭാഗങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയുന്ന ആളുകൾക്ക് മാത്രമേ ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. 37-ാമത്തേത് താഴെ തന്നിരിക്കുന്നതിൽ സാംസ്കാരികവും വിദ്യാഭ്യാസവും പരമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ്. ന്യൂനപക്ഷങ്ങളുടെ ഭാഷാ സംസ്കാരം പിന്നെ അതേപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ളത് ഇതൊക്കെ അവരുടെ അവകാശമാണ്. അതിൽ ഉൾപ്പെടാത്തത് തെറ്റായത് ഏതാണ്? അത് എ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ്. ഇനി 38 അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? 38 സി ശ്രീലങ്കയാണ്.
ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്ത വ്യക്തിയായിരുന്നു BD ജെട്ടി. ആരാണ്? സി ബാസപ്പ ദാനപ്പ ജെട്ടി അല്ലെ BD ജെട്ടിയാണ്. 40 അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദമാണ് 40D. 51(4) ഇതും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കൂട്ടത്തില്. ഇനി അങ്ങോട്ട് പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ചൊരു എളുപ്പമുള്ളതാണ്, നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ട ക്വസ്റ്റ്യൻസ് ആണ്. 41 കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണെടാ? ബി ആണ്, മഞ്ചേശ്വരം പുഴയാണ്. 42 അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ്. സി ബാലകൃഷ്ണനാണ്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല? സി പാലക്കാടാണ്. 44 പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്? സി ആനമുടി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി? 45A. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു ഘട്ടത്തിൽ ഇപ്പം നടന്നൊരു 10th പ്രിലിംസിന്റെ ഘട്ടത്തിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 46 തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? അത് വേമ്പനാട്ട് കായലിലാണ്. ബി ആണ് ഉത്തരം. കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ഏതാണ്? 47D ആലപ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? 48A പള്ളിവാസൽ പദ്ധതി. ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി ഉണ്ടാവും അല്ലേ? ഇതൊക്കെ ഒരുപാട് തവണ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. 49 ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം? എത്ര കായലുണ്ടാ ചെറുതും വലുതുമായിട്ട്? 49B 34 കായലുകളാണ് നമുക്കുള്ളത്. 50 പൂക്കോട് തടാകം അല്ലെ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ A വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം. 51 താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത്? ബന്ധമില്ലാത്തത് വൈക്കം സത്യാഗ്രഹം അല്ലെ വന്നിട്ടുണ്ട് അദ്ദേഹം. ഹരിജന ധനസമാഹരണം വന്നിട്ടുണ്ട്. പാലിയം സത്യാഗ്രഹം വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. അപ്പം ഓപ്ഷൻ സി പാലിയം സത്യാഗ്രഹമാണ് തെറ്റായിട്ടുള്ള ഉത്തരം. 52 എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? എത്രാമത്തെയാണ്? ഡി 5ാമത്തേതാണല്ലേ. 53 താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? 53A ആണ്, ഡോക്ടർ പൽപു അയ്യങ്കാളി. 54 താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണ്? കയ്യൂർ സമരമാണല്ലേ. കാസർഗോഡ് ജില്ലയിൽ തന്നിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരമാണ് കയ്യൂർ സമരം. ദേശീയ പ്രസ്ഥാനത്തിന്റെ 55ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത? ഇതൊക്കെ CRT ഫാക്ട് ആണ് കേട്ടോ. മലബാറിൽ നേതൃത്വം നൽകിയ വനിത ഏതാണ്? AV കുട്ടിമാളു അമ്മയാണ്. ആനി മസ്ലിനും അക്കമ്മ ചെറിയാനും ഒക്കെ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട ആളുകളാണല്ലേ. അപ്പോൾ 55A AV കുട്ടിമാളു അമ്മയാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയത്. 56 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? 56A കുമാരഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് കുമാരഗുരുദേവനാണ്. 57 അയ്യങ്കാളി ജനിച്ച ജില്ല? ഡി തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലെ. വെങ്ങാനൂർ തിരുവനന്തപുരം ജില്ലയിലാണ്. 58 ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവനാണ്? 58 ഓപ്ഷൻ സി ഗിഫോർഡ് ആണ്. ആറ്റിങ്ങൽ കലാപത്തിലാണ്. 59 വാഗൺ ട്രാജഡി നടന്ന വർഷമാണ് അല്ലെ. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു. പക്ഷെ എന്താ പറയാ, ശരിക്കും ഇവിടെ 1921 എന്നാണെങ്കിൽ ഓപ്ഷൻ A ആയിരുന്നേനെ അല്ലേ. പക്ഷെ ഇവിടെ 1821 എന്നാണ് തന്നത്. ഇതിൽ എന്ത് ചെയ്തിട്ടില്ല? തന്നിരിക്കുന്ന ഓപ്ഷനുകൾ എന്താണ്? അതിൽ ഉത്തരമില്ല. എന്നാൽ വാഗൺ ട്രാജഡി നടന്ന വർഷം ഏതാണ്? 1921 നവംബർ 10 അല്ലേ. അപ്പം ഇതെന്താ? ഇത് ഡിലീഷൻ വരേണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി 60 പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ ബി VT ഭട്ടതിരിപ്പാടാണ്. ഓപ്ഷൻ ബി VT ഭട്ടതിരിപ്പാടാണ്. ഇതിൽ കുറെ ഇപ്പം നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ വായിച്ചതിൽ കുറേയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു കേട്ടോ. 61 തെങ്ങോലകളിലെ മഞ്ഞളിപ്പിന് കാരണം ഏതു മൂലകത്തിന്റെ കുറവാണ്? ഇപ്പൊ തന്നതിൽ വെച്ചിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഓപ്ഷൻ A നൈട്രജൻ. ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ്? ഓപ്ഷൻ ബി വൈറസ് ആണ്. ഓപ്ഷൻ ബി വൈറസ്. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23 പ്രാധാന്യം ഏതാണ്? ലോക കടലാമ ദിനം. ഓപ്ഷൻ ഡി ആണ്. 64 കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക്
പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി അത് നമുക്കറിയാവുന്നതാണ്. ഏതാണ്? വയോമധുരമാണ്. ഓപ്ഷൻ ബി ആണ്. 65 കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? അത് ഓപ്ഷൻ സി തിരുവനന്തപുരം ജില്ലയാണ്. ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? ഏതാണടാ? ബി ഹൃദയമാണ് അല്ലെ, കാർഡിയോളജി. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു, ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കും? അല്ലെ, സെറിബെല്ലത്തിന് സംഭവിച്ചാൽ നമുക്ക് എന്താ സംഭവിക്കുക? 67 ബി ശരീര തുലന നില എന്ത് ചെയ്യപ്പെടുന്നില്ല? പാലിക്കപ്പെടുന്നില്ല. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇനി 68 ശരിയായ ജോഡി കണ്ടെത്താനാ പറഞ്ഞത്. 68 എ ആണ് ഉത്തരം ശരിയായത്. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ ആണ്. ഇനി 69 അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലമാണ് ഏത്? 69 സി പെരിയോസ്റ്റിയം. ഏതാണ്? പെരിയോസ്റ്റിയമാണ് അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം. 70ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിന്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവികം നിർമ്മിക്കാനാവും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവികത്തിന്റെ അളവ് കുറഞ്ഞാലും നമുക്ക് എന്ത് വരുന്നില്ല? അപര്യാപ്തത വരുന്നില്ല. എന്താ വെച്ചാൽ ബോഡി അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമുക്കിവിടെ കുടൽ എന്നുള്ളതിൽ തന്നെ ഉത്തരമുണ്ട്. ഏതാണ്? 70 ഓപ്ഷൻ ഡി ജീവകം കെ ആണ്. 71 ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചതാരാണ്? 71 എ ജെ തോംസൺ ആണ്. പ്ലം പുഡിംഗ് മാതൃക ആരതാണ്? ജെ തോംസന്റേതാണ്. കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാണ്? 72 സി ആണ്. ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. 73 ചുവടെ കൊടുത്തവയിൽ നിന്നും സദിശ അളവ് കണ്ടെത്തുക. ഓപ്ഷൻ സി പ്രവേഗം. 74 ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? 74 എ ടാർട്രസിൻ ആണ്. ഏതാണടാ? ടാർട്രസിൻ ആണ് മഞ്ഞ നിറം ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് നൽകാൻ ഉപയോഗിക്കുന്നത്. 75 ഏത് ലോകത്തിന്റെ അയിരാണ്? കലാമീൻ അല്ലെ. കലം എവിടെയാണ്? ബി സിങ്കിലാണ്. കലം സിങ്കിലാണ്. കലാമീൻ സിങ്കിന്റെ അയിരാണ്. 75 ബി. 76 ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ സി പൊട്ടാസ്യം ആണ് അല്ലെ. ഏത് മൂലകത്തിന്റെ കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? പൊട്ടാസ്യം ആണ്. 77 ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഓപ്ഷൻ എ ഖരം. 78 പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. 78 ബി ഊർജമാണ്. ഊർജം. 79 ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? 79 ബി രാസഫലമാണ്. രാസഫലം. ചന്ദ്രനിലെ, ഇതൊക്കെ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? 80 സി 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഞാനിങ്ങനെ ഇതൊക്കെ അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന് പറയുമ്പോൾ കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും അതെങ്ങനെയാണെന്ന്. എടാ ഇതിൽ നമ്മൾ പറഞ്ഞ, അതായത് ഇത് മുന്നേ ചോദിച്ചിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾ PYQ ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ മുന്നേ ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഇതുവരെ ചോദിച്ചു കാണാത്തതും കുറച്ച് ഡെപ്തിലുമായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റേജിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഇനി 81ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കൂ. 4/3 അതിൻ്റെ ആൻസറുകൾ മാത്രം ഞാനങ്ങ് പറഞ്ഞു പോവാണ്. 81 എ ആണ്. 82 മയൂഖ ഒരു വരിയിൽ പിന്നിൽ നിന്നും 15ാമതും മുന്നിൽ നിന്നും 16ാമതുമായി നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ട്? നമ്മൾ രണ്ടും കൂട്ടിയിട്ട് എന്ത് ചെയ്യും? ഒന്ന് മൈനസ് ചെയ്യും അല്ലേ. ഓപ്ഷൻ ബി 30 ആണ്. ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? അപ്പം നമുക്ക് ഈ ശ്രേണി കാണുമ്പോൾ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതെങ്ങനെയാണ്? ഇപ്പം നിങ്ങൾ നോക്കൂ, 3 raised to 1 + 1 ആണ് 4 അല്ലേ. ഇനി 3 square 9 + 1 ആണ് 10. 3 cube 27 + 1 ആണ് 28. അങ്ങനെ പോകുന്നതാണ്. അപ്പം 83 ഓപ്ഷൻ ഡി 244 ആണ്. ഇനി 84 ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏതാണ്? 84 ആണ്. 84 സി ആണ്. സംസ്ഥാനം, അതിൽ ജില്ലയുണ്ട്, അതിൽ പഞ്ചായത്ത്, പിന്നെ വീട്ടു നമ്പർ ആണല്ലേ. ഓസ്കാർ സിനിമയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ബുക്കർ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ സാഹിത്യം. 86 ബി 10 സ്ക്വയർ 100 ആണെങ്കിൽ 100 സ്ക്വയർ എത്രയാണ്? 86 ബി 10,000 ആണല്ലേ. 87 വ്യത്യസ്തമായത് ഏതാണ് തന്നതിൽ? ഇത് മുന്നേ കണ്ട ചോദ്യമാണ്. ചതുരം, ത്രികോണം, സാമാന്തരികം, ലംബകം. ഇതിൽ 87 ആണ്. ബി ത്രികോണമാണ്.
88. മകളുടെ വയസ്സിന്റെ 5 മടങ്ങാണ് സുനിതയുടെ വയസ്സ്. 2 വർഷം കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക 40 ആയാൽ സുനിതയുടെ ഇപ്പോഴത്തെ വയസ്സ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരമാണ് 88. സി 30 ഈ ശ്രേണിയിൽ അടുത്തത് ഏതാണ്? അപ്പോൾ നിങ്ങൾ ലാസ്റ്റത്തത് മാത്രം ഒന്ന് നോക്കൂ. ബി കഴിഞ്ഞ് സി ഇല്ല, ഡി ആണ്, ഇ ഇല്ല, എഫ് ആണ്, ജി ഇല്ല, പിന്നെ ഏതായിരിക്കും ലാസ്റ്റ് വരേണ്ടത്? എച്ച് ആണ് വരേണ്ടത്. ഇത് 2 എണ്ണം ഉണ്ട്. അത് നമുക്ക് ചെയ്ത് കിട്ടുന്ന സമയത്ത് 89 ബി IRH ആണ് കേട്ടോ വരിക. ഇനി 90ന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 75 ആണ്. ഇനി 91 ബോർഡ് മാസ് ആണ് തന്നിരിക്കുന്നത്. 2 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 1 ആണ്. 3 into 1 വരും, -4 + 5 into 2. ഇതിൽ ആൻസർ വരുന്നത് 91 9 ആണ് ആൻസർ വരുന്നത്. 2/7 എത്ര കൂട്ടിയാലാണ് 1 കിട്ടുക? അപ്പോൾ താഴെ ഇവിടെ എന്തുണ്ട്? 7 ഉണ്ട് അല്ലേ? 2 + 5 7 വരും അല്ലേ? അപ്പം 2 + 5 7 വന്നാൽ 7/7 എന്ത് കിട്ടും? 1 ഉത്തരം കിട്ടും. 92 ഡി 5/7 ആണ് ഉത്തരം. ഇനി റൂട്ട് 0.01 ഇൻറ്റു റൂട്ട്. അപ്പോൾ ഇതിന് നമുക്ക് നോക്കാനുള്ളതല്ലേ, നമ്മളിപ്പം നമ്മൾ റൂട്ടിൻ്റെ ഉള്ളിൽ 2 പോയിന്റ് ആണ് കാണുന്നതെങ്കിൽ പുറത്ത് വരുമ്പോൾ എത്രയുണ്ടാവുക? 1 ആണ്, പകുതിയാണ് ഉണ്ടാവില്ല. 4 എണ്ണാണെങ്കിൽ പുറത്ത് വരുമ്പോൾ 2 ഉണ്ടാവുള്ളൂ. അപ്പോൾ 93ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 0.005 ആണ്. ഇവിടെ തന്നെ നോക്കിയാൽ 1 2 3 4 5 6 6 എണ്ണം ഉണ്ടല്ലേ റൂട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് പകുതിയായിട്ടുള്ളത് 1 2 3 എണ്ണമായിട്ടുള്ളത് 0.005 തന്നെയുള്ളൂ. 94ന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 725 ആണ്. 95 വരുന്നത് ആൻസർ സി ആണ്, 50.02 ആണ് ആൻസർ വരുന്നത്. 96 5 സംഖ്യകളുടെ ശരാശരി 51 ആണ്. അതിൽ ചെറിയ സംഖ്യ ഇത്. അപ്പോൾ 5 സംഖ്യകളുടെ ശരാശരി 51 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏവറേജ് അല്ലേ 51 ആണെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ നടുവിലെ സംഖ്യയാണ് എത്രയെന്ന് വരുന്നത്? 51 വരുന്നത്. അപ്പം അതിൽ ചെറിയ സംഖ്യ ചോദിച്ചാൽ ഏതാണെടാ? ഓപ്ഷൻ എ 49 ആണല്ലേ. വലിയ സംഖ്യയാണെങ്കിലോ 52 53 ആയിരിക്കും കേട്ടോ വലിയ സംഖ്യ എന്ന് പറയുന്നത്. ഇനി 97 5 അക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണമുണ്ട്? ആൻസർ എത്രയും വരിക? 97 A 90,000 ആണ് വരുന്നത് അല്ലേ. ഓക്കെ, 98ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. -1/3 -2/9 -4/3 എന്നീ സംഖ്യകളുടെ ആരോഹണ ക്രമത്തിൽ ഏത് ക്രമത്തിലാണ്? ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ശരിയായത് ഏത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. 99 3 പേന വാങ്ങിയാൽ ഒരു പേന ഡിസ്കൗണ്ട് ആണല്ലേ, ഡിസ്കൗണ്ട് ശതമാനമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 99 എത്രയാണ് വരുന്നത്? ഓപ്ഷൻ ഡി 25% ആണ്. ഇനി 100 3 വ്യത്യസ്ത റോഡ് ക്രോസിംഗിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം 30 36 48 എന്നീ സെക്കൻഡുകളിൽ മാറുന്നു. രാവിലെ 7 മണിക്ക് അത് ഒരേ സമയം മാറുകയാണെങ്കിൽ അവ വീണ്ടും ഒരുമിച്ച് മാറുന്നത് ഏത് സമയത്താണ്? ഓപ്ഷൻ ഡി 12 മിനിറ്റിന് ശേഷമാണ്. ഓപ്ഷൻ ഡി 12 മിനിറ്റിന് ശേഷമാണ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ കുറച്ച് എന്നല്ല, നമ്മൾ എഴുതിയ ഘട്ടങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് നല്ല ബുദ്ധിമുട്ടുള്ളൊരു ഘട്ടം തന്നെയായിരുന്നു ഇത്. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ നോർമലൈസേഷനും മറ്റു കാര്യങ്ങളും നടക്കുക എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇനി എന്തായാലും എക്സാം കഴിഞ്ഞു. ഇനി നമ്മൾ ഇനി വരുന്ന എക്സാംസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇനി ഒരുപാട് എക്സാം നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. ആ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കുറച്ചും കൂടെ ഉഷാറായിട്ടല്ലേ നമ്മൾ 10th പ്രിലിമിനറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് വരാനിരിക്കുന്ന മെയിൻ പരീക്ഷകളിലും അതേപോലെയുള്ളതിലൊക്കെ നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് ഡെപ്തിലും കുറച്ചുകൂടെ കാര്യങ്ങൾ എന്താ പറയുക മനസ്സിലാക്കി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെന്നാണ് നമ്മളിതിന്ന് മനസ്സിലാക്കേണ്ടതും നമ്മളിതിന്ന് പഠിക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യം. അപ്പം ആ രീതിയിൽ എല്ലാവരും എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഇനിയിപ്പം ഇതിൽ ഒരുപാട് മാർക്ക് അല്ലെങ്കിൽ ഞാൻ ചെയ്തതിൽ ഒരുപാട് തെറ്റ് വന്നു, അതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അതേപ്പറ്റി ഒരുപാട് എന്ത് ചെയ്യണ്ട, ഇങ്ങനെ ആലോചിച്ച് നിൽക്കാണ്ട് നമ്മളിതിൽ വന്ന മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ നമുക്ക് ഭരണഘടനയുടെ ആ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് കിട്ടിയില്ല എങ്കിൽ എന്നാൽ പിന്നെ ആ ഭാഗങ്ങൾ കുറച്ചും കൂടെ നമ്മൾ നന്നായ രീതിയിൽ പഠിക്കുക എന്നുള്ള തീരുമാനങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ കിട്ടിയത് കൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളെല്ലാം നമ്മൾ കുറച്ചുകൂടെ ഡെപ്തിലായിരിക്കും എന്തായാലും നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ വരിക. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് കാണുക, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഒരുപാട് കുട്ടികൾ ചാനൽ കാണുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പം ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.